നമ്മൾ മനസ്സിലാക്കണം, ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ പള്ളി പോവുക, പ്രാർത്ഥിക്കുക, ദശാംശം കൊടുക്കുക, പള്ളിയിലെ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുക, കുടുംബ പ്രാർത്ഥന നടത്തുക, കൊന്തയൊല്ലുക, പിന്നെ കുറച്ച് തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോവുക, വല്ലപ്പോഴും ഒരു ധ്യാനം കൂടുക. ക്രിസ്തീയ ജീവിതം ഇതാണെന്നാണ് ഒരുപാട് ആളുകൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള നമ്മിലെ സാധ്യതകളെ കണ്ടെത്താനുള്ള ആ പരിശ്രമത്തിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഇവിടെ ഈശോ പറയുകയാണ്, നിങ്ങൾ ആ സ്നേഹം എവിടം വരെ സ്നേഹിക്കണം, എവിടം വരെ നമുക്കൊരാളെ സ്നേഹിക്കണം? അയാൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത് വരെ സ്നേഹിക്കണം, മരണത്തോളം സ്നേഹിക്കണം. അതാണ് ആ സ്നേഹത്തിന്റെ ആത്യന്തികമായ അളവുകോല്. ഒരാളെ ഏതറ്റം വരെ സ്നേഹിക്കണം, ഏതറ്റം വരെ ഒരാളോട് ക്ഷമിക്കണം, ഏതറ്റം വരെ ഒരാളോട് കരുണ കാണിക്കണം, ഏതറ്റം വരെ ഒരാളെ മനസ്സിലാക്കണം, മരിക്കുവോളം. അതാ പറയുന്നത്, ജീവൻ കൊടുക്കുന്ന അത്രയും സ്നേഹിക്കണം. ഇതാണ് ആ സ്നേഹത്തിന്റെ ആ നീതിയുടെ മാനദണ്ഡം. അല്ലാതെ ഒരു ചെറിയൊരു ചാരിറ്റി കൊടുത്തു, ചെറുതായിട്ടൊന്ന് സഹായിച്ചു, വല്ലപ്പോഴും ഒന്ന് പ്രോത്സാഹിപ്പിച്ചു, ഇതിനെ ഒന്നും ബൈബിൾ സ്നേഹമെന്ന് കാണുന്നതേ ഇല്ല. ബൈബിളിന്റെ കണ്ണിലെ സ്നേഹമെന്ന് പറഞ്ഞാൽ ജീവൻ കൊടുക്കുന്ന അത്രയും സ്നേഹം.